പെഹൽഗാം ഭീകരാക്രമണത്തിൽ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരുള്ളത്. ഇന്നലെ രാത്രിയാണ് എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിയുന്നത്. മകളുടെ കൺമുന്നിലായിരുന്നു രാമചന്ദ്രൻ വെടിയേറ്റ് വീണത്. രാമചന്ദ്രന്റെ ഹൈദരാബാദിലുള്ള മകൻ ഇന്ന് കശ്മീരിലേക്ക് പുറപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, രാമചന്ദ്രൻ്റെ വീട്ടിലാണുള്ളത് എന്നാണ് അറിയുന്നത്. അവരെ ഈ നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുടുംബത്തിലുള്ളവരെ അറിയിച്ചിട്ടുണ്ടോ ഈ വിവരം? അവിടെ ആരൊക്കെയാണ് ഇപ്പോഴുള്ളത്? മകളും ഭാര്യയും കൊച്ചുമക്കളും രാമചന്ദ്രനൊപ്പം കശ്മീരിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? അന്ന, രാമേന്ദ്രൻ്റെ ഇടപ്പള്ളി മാമംഗലത്തുള്ള വീടിന് മുൻപിലാണ് ഞാനുള്ളത്. ഇതാണ് വീട്. മങ്ങാട്ട് റോഡുള്ള നീരാഞ്ജനം എന്നാണ് വീടിൻ്റെ പേര്. നിലവിൽ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഇവിടെ താമസിച്ചിരുന്നത് രാമേന്ദ്രൻ്റെ ഭാര്യയും മകളും 2 കൊച്ചുമക്കളും. അവരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അവരൊരുമിച്ചാണ് തിങ്കളാഴ്ച രാവിലെ ഈ കശ്മീരിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തത്. ഹൈദരാബാദ് വഴിയാണ് അവർ കശ്മീരിലേക്ക് പോയത്. തിങ്കളാഴ്ച തന്നെ അവിടെ എത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അവർ സന്ദർശനം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്നലെ 3 മണിക്ക് ശേഷമാണ് അവർ ഈ പറയുന്ന പഹൽഗാമിലെത്തുന്നത്. പഹൽഗാമിലെത്തിയ ശേഷം ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് രാമചന്ദ്രനും മകളും മാത്രമാണ് പുറത്തേക്കിറങ്ങി ട്രക്കിങ്ങിനേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഈ രാമേന്ദ്രൻ്റെ ഭാര്യയും കൊച്ചുമക്കളും അവർ 3 പേരും ആ വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ രാമേന്ദ്രനും മകളും ഈ ട്രക്കിങ്ങിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭീകരാക്രമണത്തിന് അവിടെ ആ സംഭവം നടക്കുന്നത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു തുരിതര രാമേന്ദ്രന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അത് മകളുടെ കൺമുൻപിൽ വെച്ച് തന്നെയാണ് ആ നിർഭാഗ്യകരമായ സംഭവം, ഏറെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. മകളുടെ കൺമുൻപിൽ വെച്ച് തന്നെയായിരുന്നു ആ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ. ഇതിന് ശേഷം ഈ മകൾ തന്നെയാണ് രാമേന്ദ്രൻ്റെ വിയോഗ വാർത്ത ഇവിടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നത്. എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള ബന്ധുവിനെ, അതായത് ഈ രാമേന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരിയെ, അവർ തൃപ്പൂണിത്തറയിലാണ് താമസം എന്നാണ് അറിയുന്നത്. അവിടേക്ക് വിളിച്ചു പറഞ്ഞത് ഈ മകൾ തന്നെയാണ് ഇങ്ങനെ അച്ഛനെ വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം മകൾ തന്നെയാണ് അവർ വിളിച്ചു പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നു. സർക്കാർ തലത്തിലൊക്കെ രാമേന്ദ്രൻ്റെ മരണം സ്ഥിരീകരിച്ച വിവരങ്ങളൊക്കെ ഇവിടേക്ക് വന്നു. ഈ രാത്രി ഏറെ വൈകിയാണ് ഈ രാമേന്ദ്രൻ്റെ അയൽവാസികളൊക്കെ ഈ കാര്യം അറിയുന്നത്. ഈ എടപ്പള്ളിയിൽ ഇത് നിരവധി വീടുകളുള്ള ഒരു മേഖലയാണ്. റെസിഡൻസ് അസോസിയേഷനിലൊക്കെ വളരെ സജീവമായിരുന്ന, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്നത്. ആ സമയത്ത് വളരെ സജീവമായി തന്നെ ഈ റെസിഡൻസ് അസോസിയേഷനിലും NSS ഭാരവാഹിത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ. വളരെ സജീവമായിരുന്നു ഇത്തരം ആക്ടിവിറ്റികളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാൾ കൂടിയാണ് രാമേന്ദ്രൻ. അയൽവാസികളൊക്കെ ഇതിൻ്റെ ഞെട്ടലായിരുന്നു. അവരൊക്കെ ഇന്നലെ രാത്രിയൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ സമയത്ത് ഇപ്പോഴും പലർക്കും അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. രാമേന്ദ്രൻ അയൽവാസിയാണ്. നേരെ അവരെയൊക്കെ ആയിട്ട് നല്ല അടുപ്പമായിരുന്നോ? എപ്പോഴാണ് അവര് തിങ്കളാഴ്ച തന്നെ അവരെ കണ്ടിരുന്നോ? ഇവിടെ കുറെ കാലമായിട്ട് രാമേന്ദ്രൻ താമസിച്ചിരുന്നു ഈ വീട്ടിൽ തന്നെയാണോ? അല്ല, രാമേന്ദ്രൻ വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ തന്നെ താമസിക്കുമായിരുന്നു. 3-4 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. അന്ന് പോലെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, അതിന് മുന്നേയും പരിചയമുണ്ട്. ഇവിടെ ആരാ? മകളും ഭാര്യയും? മകളുടെ 2 കുട്ടികളും. പിന്നെ മകനും ബാംഗ്ലൂരിലാണ്, ഇടയ്ക്ക് വരും. വിഷുവിന് വന്നിരുന്നു. വലിയൊരു ഞെട്ടലല്ലേ പെട്ടെന്ന് ഇങ്ങനെ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. കാരണം വളരെ യങ്ങായിരുന്നു. അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ് പുള്ളി. സാധാരണ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. എന്നാ തിരിച്ചു വരുന്ന പറഞ്ഞിട്ടാ പോയത്? ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങളും ഹൈദരാബാദിലായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ച വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പറയായിരുന്നത്. പുള്ളി തിങ്കളാഴ്ച ഇദ്ദേഹത്തിന്റെ മകൻ ഇന്നിപ്പോ ബാംഗ്ലൂരിലാണ്. ഇന്നിപ്പോ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു അല്ലേ, ശ്രീനഗറിലേക്ക്? മകനെ പോകുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ അതിന്റെ കൺഫർമേഷൻ എനിക്കറിയില്ല. അവരുടെ 2-3 പേര് കൂടെ
സഹോദരികളുടെ ഭർത്താക്കന്മാരും സഹോദരികളും ഇവിടെ ഉണ്ട്. ഒരാളുണ്ട് തൃപ്പൂണിത്തറ, ഒരാൾ മാന്നാത്താണ്, ഒരാളുടെ മൂത്താൾ മരിച്ചുപോയി. അതിൻ്റെ പുറകിലായിരുന്നു ആവശ്യമുണ്ടിരുന്നത്. അത് അവരുടെ കൊടുങ്ങല്ലൂരാണ്. അവരും വരുന്നുണ്ട്. രണ്ടുപേര് പോകുന്നുണ്ട്. ഇന്ന് പോകുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് കിട്ടിയോന്നും അറിയില്ല, എന്താ അറിഞ്ഞുവെന്നൊന്നും അറിയില്ല. ഇത്തരത്തിലാണ് അന്ന. അപ്രതീക്ഷിതമായിരുന്നു ഈ രാമേന്ദ്രൻ്റെ വിയോഗം. അതിൻ്റെ ഇപ്പോഴും അങ്ങനെ രാമേന്ദ്രൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഇവർക്കാർക്കും വിശ്വസിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരങ്ങൾ. അതെ ഉമേഷ്, അത് വളരെ പെട്ടെന്ന് ഉൾക്കൊണ്ടുവരാനുള്ളൊരു സമയമുണ്ട്. കാരണം വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ ആളുകളാണ്, അവിടെ എത്തി സന്തോഷത്തോടു കൂടി കഴിയേണ്ട മനുഷ്യരാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇങ്ങനെ ഒരു സംഭവം. പ്രത്യേകിച്ചും കശ്മീരിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത പ്രതീക്ഷിച്ചിരുന്നതല്ല. തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയായിരുന്നു കശ്മീർ എന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വാർത്തകളല്ല പ്രതീക്ഷിച്ചത് എന്നതുണ്ട്. ഉമേഷ്, എങ്ങനെ ഈ കുടുംബാംഗങ്ങളെ, കുടുംബത്തിലുള്ള ആളുകളെ, ബന്ധുക്കളെയൊക്കെ മകള് തന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു. അവരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? അവരാരെങ്കിലും അടുത്ത പ്രദേശത്തുണ്ടോ? ഇല്ല, ഇതിപ്പോൾ ഇടപ്പള്ളിയിലാണ് ഈ രാമേന്ദ്രൻ്റെ വീട്. ഈ രാമേന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരി, അവർ 2 സഹോദരിമാരുണ്ടെന്നാണ് ഇപ്പോൾ അയൽവാസി പറഞ്ഞത്. ഒരാൾ തൃപ്പൂണിത്തറയിലും ഒരാൾ മാന്നാറിലുമാണ്. ഈ തൃപ്പൂണിത്തറയിലുള്ള സഹോദരിയാണ് ഇവർ ഈ കാര്യം വിളിച്ചു പറയുന്നത്, അച്ഛൻ്റെ വിയോഗ വാർത്ത വിളിച്ചു പറയുന്നത്. അച്ഛനിങ്ങനെ വെടിയേറ്റു എന്നുള്ള കാര്യം മകളാണ് വിളിച്ചു പറയുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം അവരൊക്കെ വലിയ ഞെട്ടലാണ്, നടുക്കത്തിലാണ്. ഒരുപക്ഷെ അവരൊക്കെ ഇവിടേക്ക്, ഈ രാമേന്ദ്രൻ്റെ ഭാര്യയും മകളും ഒക്കെ ഇവിടേക്ക് വരുന്ന സമയത്തായിരിക്കാം അവരൊക്കെ ഈ വീട്ടിലേക്ക് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് രാമേന്ദ്രൻ്റെ മാത്രമല്ല, ഒപ്പം കൊല്ലപ്പെട്ട മറ്റ് 26 പേരുണ്ട്. ഇവരുടെയൊക്കെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയ ശേഷമായിരിക്കും ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടാവുക. അതെ ഉമേഷ്, 28 പേരാണ് ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവിടെ 27 പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിരിക്കുന്നു. രാമചന്ദ്രനും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിന് ഒപ്പം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്തിക്കേണ്ട ചുമതല കൂടിയുണ്ട്. വളരെ വേഗം അതിന് സാധ്യമാകട്ടെ എന്ന ഉള്ള ആഗ്രഹമാണ് ഉള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നത് ഉണ്ട്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.